ഇന്ന് ഈ രണ്ടാം ദിവസവും ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ടവരോട് മുഖാമുഖമായിട്ട് കണ്ട് സംസാരിപ്പാൻ ദൈവം ഒരു അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവമുമ്പാകെ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. I want to thank God for giving us one more opportunity to sit here face to face with our beloved brothers and sisters, and I want to give thanks to God Almighty. ഇങ്ങനെ ഒരു സമയം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. And first and foremost, I want to give my gratitude to all the brothers who have arranged for this meeting as well. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നലെ 2 കൊരിന്ത്യർ 11:2-3 വാക്യങ്ങളാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. My dear brothers and sisters, we were meditating upon yesterday upon 2 Corinthians 11 chapter verses 1 and 2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. In 2 Corinthians chapter 11 verse 2 and 3 it reads, "For I am jealous for you with a godly jealousy, for I have betrothed you to one husband, that I may present to you as a chaste virgin to Christ. But I fear lest somehow, as a serpent deceived Eve by his craftiness, so your minds may be corrupted from the simple and pure devotion that is in Christ." നമ്മളിവിടെ ചിന്തിച്ചത് കർത്താവ് നമ്മളോട് ഏറ്റവും അടുത്ത ഒരു ബന്ധം ആഗ്രഹിക്കുന്നു എന്ന കാര്യമാണ്. Yesterday, what we meditated upon was that the Lord wants to have a very intimate relationship with us. മനുഷ്യരുടെ ഇടയിലെ ഏറ്റവും അടുത്ത ഒരു ബന്ധം ഭാര്യ-ഭർത്തൃ ബന്ധമാണ്. And in terms of human relationships, the relationship between a husband and wife is the most closest. ആ നിലയിൽ നമ്മളും വ്യക്തിപരമായിട്ടും സഭയായിട്ടും കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് ആയിരിക്കുന്നു. കർത്താവ് നമ്മളോട് വളരെ അടുത്ത ഒരു ഹൃദയബന്ധം ആഗ്രഹിക്കുന്നു എന്നാണ് നമ്മൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചത്. And in terms of human relationship, in the Lord wants to have a very intimate relationship with us, with a husband and wife. This is what we had meditated upon yesterday. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മിൽ നിന്ന് ഒരു അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നു, നമ്മൾ അതിന് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ, my dear brothers and sisters, when the Lord wants to have an intimate relationship with us and when we are being ready for it, അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് നമ്മളോട് ബന്ധപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ഒരു നിലവാരം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. and when we are being ready for it, we could see the Lord's standard, we could see in the word of God. 1 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. When we turn to the first epistle of Peter, chapter 1, verse 15 and 16, we could see അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് വിശുദ്ധനാകൊണ്ട് നമ്മളും വിശുദ്ധരായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത്. It reads, but in verse 15, "But as he who is called you is holy, you also should be holy." ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇത് ബൈബിളിലെ ലേവ്യ പുസ്തകം 11:44 നിന്നുള്ള ഉദ്ധരണിയാണ്. ഇവിടെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്നത് ലേവ്യ 11:44. As it is written, "Be holy, for I am holy." This is taken from the chapter from Leviticus, chapter 11, verse 41. 44-ാമത്തെ വാക്യം, 44. 11 verse 44. അവിടെ നമ്മൾ കാണുന്നത് കർത്താവ് വിശുദ്ധനാണ്. അതുകൊണ്ട് തനിക്ക് നമ്മോട് ഒരു കൂട്ടായ്മ വേണമെങ്കിൽ അത് നമ്മളും ആ നിലയിൽ വിശുദ്ധരായിരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. We could see that the Lord says that as Lord is holy, and when he wants to have a fellowship with us, he wants us also to be holy. പലപ്പോഴും നമ്മൾ ദൈവത്തോടുള്ള ഒരു ഹൃദയബന്ധം, സ്നേഹബന്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കേണ്ട
ഒരു നിലവാരത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. And when we say that we want to have a intimate or a heart relationship with the Lord, sometimes we will not take the same stand which we ought to. ഇവിടെ കണ്ടോ, കർത്താവ് പറയുന്നു അവിടുന്ന് വിശുദ്ധനാണ്. നമ്മളും ആ ഒരു തലത്തിൽ, ഒരു വിശുദ്ധിയുടെ തലത്തിൽ എത്തിയാൽ ആ നിലയിൽ നമ്മളെ തന്നെ വിശുദ്ധീകരണത്തിനായിട്ട് നമ്മൾ ഒഴിഞ്ഞു വെക്കുമ്പോഴാണ് നമുക്ക് കർത്താവുമായിട്ട് ബന്ധപ്പെടേണ്ടതുപോലെ ബന്ധപ്പെടാൻ കഴിയുന്നത്. അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്, ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച് പറയുന്നത്. And we could see here that the Lord is mentioning that He is holy, and when we set apart ourselves, then only we can also be holy like Him. നമ്മൾ 2 കൊരിന്ത്യർ തന്നെ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും ഈ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ വിശുദ്ധരാകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 7-ന്റെ ആദ്യത്തെ വാക്യം. And even in 2 Corinthians chapter 7 verse 1, it mentions that we also ought to be holy, and that is what is being mentioned over here in 2 Corinthians 7 verse 1. അവിടെ കണ്ടോ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. It reads, therefore having these promises, beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of God. ഇത് ഈ വിശുദ്ധിയെ തികച്ചുകൊള്ളേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് കാര്യം. എന്നാൽ മാത്രമേ വിശുദ്ധനായ ദൈവവുമായിട്ട് നമുക്കൊരു വേണ്ടതുപോലെ ഒരു ബന്ധം ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. So what we could understand over here is perfecting holiness in the fear of God means that we also need to have a holiness in our life, and that's only when we would have an intimate relationship with the Lord. ഇവിടെ കണ്ടോ, ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി എന്നാണ്. We could see here to cleanse ourselves from all filthiness of the flesh and the spirit. എന്താ ഈ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം എന്ന് പറഞ്ഞാൽ? And what is the filthiness of this flesh and the spirit? പ്രിയപ്പെട്ടവരെ, നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാതെ വളരെ വേഗത്തിൽ ഇങ്ങനെ പറയാം. ജഡത്തിലെയും ജഡം കൊണ്ടുള്ള പാപങ്ങൾ, അതുപോലെ ആന്തരികമായിട്ട് മനസ്സും ഹൃദയവും കൊണ്ടുള്ള ആ നിലയിലുള്ള പാപങ്ങൾ, ഇത് രണ്ടിൽ നിന്നും, ആ 2 തരത്തിലുള്ള കന്മഷങ്ങളിൽ നിന്നും നമ്മളെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം എന്നാണ് ഇവിടെ പൗലോസ് കൊരിന്ത്യർക്ക് തന്നെ ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. My dear brothers and sisters, Paul is writing to the church of Corinthians saying that we need to cleanse ourselves from the flesh and the spirit. From the filthiness means that whatever is there, the filthiness in our flesh, and whatever is there, the filthiness in our mind, is that we cleanse ourselves completely and perfecting holiness in the fear of God. നമുക്ക് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഗൗരവമായിട്ട് ഈ കാര്യം ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുക എന്ന കാര്യം നമുക്ക് ചിന്തിക്കാം. And in terms of this, we could really take this verse very seriously and meditate on this in perfecting holiness in the fear of God. ഇവിടെ മലയാളം ബൈബിളാണ് എൻ്റെ കയ്യിലുള്ള. മലയാളത്തിൽ വിട്ടുപോയ ഒരു പ്രയോഗമുണ്ട്. ഇവിടെ തുടങ്ങുന്നത് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാണ്. പക്ഷേ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മൂലഭാഷയിൽ നമുക്കറിയാം therefore എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. And in this verse, it begins with a word called therefore. This verse begins with this word. അതുകൊണ്ട് therefore എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി പറയുന്ന ഈ കാര്യം എന്നാണ് അതിൻ്റെ അർത്ഥം. Whenever there is a word called therefore, it means that it is being connecting to the words that is there just previous, that is mentioned over here. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, അപ്പോൾ ഇതിന് മുകളിൽ ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് ചിന്തിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുക എന്ന കൽപ്പന നമ്മൾ ഈ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത് എന്നതാണ് ആ therefore കൊണ്ട് ഉദ്ദേശിക്കുന്നത്. And the word therefore means that
means we need to take into consideration the words that are mentioned before, and on these basis is where we need to take these promises that we would cleanse ourselves from all filthiness of our flesh and spirit, and perfecting holiness in the fear of God. മുകളിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ, പ്രോമിസസ് എന്തൊക്കെയാണ്? And what are the promises that are mentioned in the previous verses? അതിൻ്റെ 16 മുതൽ 6-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു 6 വാഗ്ദാനങ്ങളെങ്കിലും ദൈവം തന്നിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവ വിശുദ്ധിയെ തേക്കേണ്ടത് എന്നാണ് 7-ന്റെ 1 പറയുന്നത്. And what are the promises that are given? We could see here in 2 Corinthians chapter 6, from 16 onwards till 18, there are 6 promises that God has given us. And through these 6 promises is where we have to perfect holiness in the fear of God. നമ്മൾ അക്കമിട്ട് നോക്കിയാൽ 5 വാഗ്ദാനങ്ങളെങ്കിലും നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് കഴിയും. ആ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശുദ്ധിയെ തേക്കുക എന്ന കൽപ്പന ചെയ്യണം. And when we count the number of promises, 5 promises are there which mentions about perfecting holiness in the fear of God. നോക്കുക, അതിൻ്റെ 16 നമ്മൾ കാണുന്നു. നമ്മൾ എന്താ കാണുന്നത്? നമ്മൾ ദൈവത്തിൻ്റെ, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ്. And we could see here in chapters 2 Corinthians chapter 6 verse 16, what it mentions here is that we are called as a temple of God. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദിവ്യമായ ഒരു അധിവാസം നമ്മിൽ, ആലയമായ നമ്മിലുണ്ട്, അതുണ്ടാകും എന്നുള്ളതാണ് ആ വാഗ്ദാനം. And what is the promise here? God is mentioning that God is dwelling in a temple, and His holy presence is dwelling with each and every one of us. ഒരു ഡിവൈൻ ഇൻഡ്വെല്ലിംഗ് ആണ് നമ്മളവിടെ കാണുന്നത്, ഒരു ദിവ്യ അധിവാസം. And we could see that it is a divine indwelling that is being mentioned over here. അടുത്ത് കണ്ടോ മറ്റൊരു വാഗ്ദാനം, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഒരു ദിവ്യമായ ഒരു സാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനമാണത്. And we could see the next promise that I will dwell in them and walk among them. And we could see that it is His divine presence that is amongst us. അപ്പോൾ ദിവ്യമായ ഒരു അധിവാസത്തെക്കുറിച്ച് പറഞ്ഞു, ദിവ്യമായ ഒരു സാന്നിധ്യത്തെക്കുറിച്ച്, പ്രസൻസിനെ കുറിച്ച് പറഞ്ഞു. We could see that we read that there is a divine indwelling and there is a divine presence. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് 16-ന്റെ അവസാന ഭാഗത്തിൽ നമ്മൾ കാണുന്നു. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. And we could see that in the latter part of verse 16, it reads that I will be their God and they shall be my people. ഒരു ദിവ്യമായ ഒരു ഉടമ്പടിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ഡിവൈൻ കവനന്റ്. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. And over here God mentioned that He is having a divine covenant with us, that He will be our God and we will be His people. 6-ന്റെ 17 അവസാനം കാണുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും എന്ന് പറയുന്നു. ഒരു ദിവ്യമായ ഒരു അംഗീകാരം, അതാണ് നമ്മൾ കാണുന്നത്. And we could see here on the latter part of verse 17, the Lord says, and I will receive you. It says that there is the holy divine acceptance. Thank you, brother. ഒടുവിലായിട്ട് അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് പറയുമ്പോൾ അതൊരു ദിവ്യമായ ബന്ധത്തെ കാണിക്കുന്നു, ഒരു ഡിവൈൻ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നു. And in verse 18 it reads that I will be a father to you and you shall be my sons and daughters, says the Lord Almighty. It shows over here a divine relationship. അപ്പം നമുക്ക് അക്കമിട്ട് ഒരു 5 ദൈവത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ മേലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. And when we number them, we could see 5 promises what the Lord has given us.
നാം ദൈവത്തിന്റെ ആലയമാണ്, അതുകൊണ്ട് ദൈവത്തിന്റെ അധിവാസം നമ്മിലുണ്ട്. So we are the temple of the living God, and the Lord's divine indwelling is there with us. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിലുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ നടുവിൽ നടക്കുകയും ചെയ്യും. And second promise is that I will dwell in them and walk among them. So there is a divine indwelling amongst us. ഡിവൈൻ പ്രസൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. And we could see a divine presence amongst us. അതുപോലെ തന്നെ ഒരു കവനന്റ്, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവും. And again it says that I will be their God and they shall be my people. It shows a divine covenant with God with us. ഞാൻ അവരെ കൈക്കൊണ്ട് ഒരു ദിവ്യമായ ഒരു അംഗീകാരം, ഒരു ഡിവൈൻ അക്സെപ്റ്റൻസ് നമുക്ക് കാണാൻ കഴിയും. And we could see that in verse 17 that I will receive you, says God. That means a divine acceptance. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രിപുത്രന്മാരും, ഒരു ദിവ്യമായ ഒരു ബന്ധത്തെ അവിടെ നമുക്ക് ഒടുവിലായിട്ട് കാണാൻ കഴിയും. And towards the end we could see that I will be a father to you and you shall be my sons and daughters, says the Lord Almighty. We could see a divine relationship over there. കണ്ടോ, ഇത്രയും ബന്ധങ്ങളും കാര്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്കുള്ളത് കൊണ്ടാണ് തുടർന്ന് പറയുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വിശുദ്ധിയെ തേക്കുക എന്ന കൽപ്പന പറഞ്ഞിരിക്കുന്നത്. So we could see all these promises which are mentioned over here. So that's why it says, therefore, having these promises, beloved, let us perfect holiness in the fear of God by cleansing us from all filthiness of the flesh and the spirit. പലപ്പോഴും ദൈവത്തിന്റെ ഒരു രീതി ഇതാണ്, അവിടുത്തെ കൽപ്പനകള്, ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങള്, വാഗ്ദാനങ്ങള്, ആ ഒരു അടിത്തറയുടെ മേലായിരിക്കും ദൈവത്തിന്റെ കൽപ്പനകള് രണ്ടാമതായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. Many times we could see that God's promises and blessings, everything is given on the foundation of the God's commandments. We could see here. ദൈവത്തിന്റെ കൽപ്പനകള് അനുഗ്രഹങ്ങൾ എന്നുള്ള അടിത്തറയുടെ മേൽ. Sorry, it is actually God's commandments are actually put on the foundation of God's blessing actually. കണ്ടോ, ഇവിടെ തന്നെ അത് വ്യക്തമാണ്. 6-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ മേളിലാണ് 7:1 നിങ്ങൾ വിശുദ്ധിയെ തേക്കുക എന്ന കൽപ്പന പറഞ്ഞിരിക്കുന്നത്. So we could see here from chapter 6 verse 16 where God is giving his promises, and on that basis of the promises where we have to put this command into practice. പ്രിയപ്പെട്ടവരെ, നോക്കുക, ഈ വാഗ്ദാനങ്ങൾ തന്നെ നോക്കുക, നമുക്കിതിന് വല്ല അർഹതയുണ്ടോ? ഈ അനുഗ്രഹങ്ങളുണ്ടോ? Dear brothers and sisters, when we see these promises, are we really worthy to receive these promises? വലിയവനായ ദൈവത്തിന്റെ അധിവാസവും സാന്നിധ്യവും അവിടുത്തെ അംഗീകാരവും അവിടുത്തെ ബന്ധവും അവിടുത്തെ ഉടമ്പടിയും ഒക്കെ നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ, വലിയവനായ വിശുദ്ധനായ ദൈവം ആ നിലയിൽ നമ്മളെ അംഗീകരിച്ചിരിക്കുന്നു എന്നവിടെ കാണുമ്പോൾ സത്യത്തിൽ നമുക്കിതിനൊരു അർഹതയില്ല. നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയും. My dear brothers and sisters, when we really think of this Lord Almighty who has actually given his divine presence and divine indwelling and a divine relationship, when we really think about it, are we really worthy about it? And when we really think about it, our hearts should be filled with joy. അപ്പോൾ നോക്കുക, ദൈവം നമ്മളെ ഈ നിലയിൽ സ്നേഹിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അതിനുശേഷമാണ് പറയുന്നത്, നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ വിശുദ്ധിയെ തേക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. And we could see, dear brothers and sisters, out of the love of God, he has given all these promises, and on these promises is where that we have to really perfect holiness in the fear of God. മറ്റു പല മതങ്ങളിലും ആ നിലയിലുള്ള ഒരു വാഗ്ദാനങ്ങളോ ദൈവത്തിന്റെ ആ നിലയിലുള്ള ഒരു അടുത്ത ബന്ധത്തിൻ്റെയോ ഒരു കാര്യങ്ങൾ പറയാതെ മനുഷ്യർ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് ആ നിലയിൽ അവര് ആ നിലയിൽ യോഗ്യരായി തീരണം, ഈ നിലയിലൊക്കെയാണ് മറ്റു മതങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കുക, ദൈവം ഒന്നാമത് നമ്മെ അംഗീകരിച്ചിരിക്കുന്നു, നമ്മളെ മക്കളാക്കി തീർത്തിരിക്കുന്നു. ആ അനുഗ്രഹങ്ങളുടെ മേലാണ് നമ്മളോട് ഈ കൽപ്പനകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. My dear brothers and sisters, we could see that in many other religions there is no promises like this what is given over here.
it is only mentioning that we have to do with human effort, we have to reach out over there. But over here, we could see that how lovingly God has given us this promises, and with these promises, where He has made us His children, His sons and daughters, and through these promises, where we have to perfect holiness in the fear of God. നമ്മൾ ചിന്തിച്ചത് കർത്താവിനോട് നമുക്ക് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിലെ പോലെ ഒരു ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ബന്ധം വേണം. ആ ബന്ധം ഉണ്ടാകണമെങ്കിൽ ദൈവം വിശുദ്ധരായിരിക്കുന്നത് പോലെ നമ്മളും വിശുദ്ധരായിരിക്കണം. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വിശുദ്ധിയെ തേക്കേണ്ടത്. ഈ കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്. And dear brothers and sisters, we have meditated upon that this having a relationship just like a husband and wife with the Lord, having a pure and simple devotion towards Christ. In terms of that relationship is where we have to pursue a perfect holiness, and that is what is the Lord is looking forward from us. നമുക്കിവിടെ ഇതിലെ ഈ 7:1 പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും എടുത്ത് നമുക്ക് ഒന്ന് നോക്കാം, ചിന്തിക്കാം. And as we have read in 2 Corinthians chapter 7 verse 1, we could take these verses one by one and see what the Lord is speaking to us. ഇവിടെ ഇതാ പറയുന്നു, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. We could see here, let us cleanse ourselves from all filthiness of the flesh and spirit. നമ്മൾ പറഞ്ഞു ജഡത്തിലെ കന്മഷം എന്ന് പറയുമ്പോൾ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ്. ആത്മാവിലെ കന്മഷം മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപമാണ് എന്ന് നമുക്ക് വളരെ ബ്രോഡായിട്ട് നമുക്ക് തിരിക്കാം. We could separate them in two categories, that the filthiness of the flesh is the sins that we do in our body, and the filthiness of the spirit is what we do in our mind. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്ന പാപം എന്ന് പറയുമ്പോൾ നമുക്ക് മദ്യപാനമോ വ്യഭിചാരമോ അതുപോലൊക്കെയുള്ള പ്രകടമായ കാണാവുന്ന ശരീരം കൊണ്ടുള്ള പാപങ്ങളെയാണ് ജഡത്തിലെ കന്മഷം എന്ന് പറയുന്നത്. And we could see that when we say filthiness of the flesh, we could put it into maybe alcoholism or sexual immorality, which is an outward sin. We could put it as in this category of the filthiness of the flesh. മനസ്സുകൊണ്ട് ആത്മാവിലെ കന്മഷം എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ നമ്മൾ അത്ര പ്രകടമല്ല. അസൂയയോ അഹങ്കാരമോ കയ്പോ ദുർമോഹമോ ഒക്കെയുള്ള അങ്ങനെയുള്ള ആന്തരികമായ ആ പാപങ്ങളാണ് ആത്മാവിലെ കന്മഷം എന്ന് പറയുന്നത്. And the filthiness in the spirit is actually the sins that we do in our mind. It can be which is not outwardly visible. It can be lust, pride, greed. Many sins is what we could put in the category of filthiness in the spirit. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് ഈ രണ്ട് തരത്തിലുള്ള കന്മഷത്തിനും ഉദാഹരണങ്ങൾ വേദപണ്ഡിതന്മാർ പലപ്പോഴും പറയാറുണ്ട്. And in the life of David, we could many times Bible teachers have pointed out the filthiness of the flesh and the spirit. അത് ഒന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഈ കാര്യം വ്യക്തമാകാൻ നല്ലതായിരിക്കും. And when we are speaking about that, we could get much more clarity in terms of this. ദാവീദിന്റെ ജീവിതത്തിൽ ശരീരം കൊണ്ട് ജഡത്തിലെ വളരെ പ്രകടമായ ഒരു പാപം എന്ന് പറയുന്നത് ബേത്ശേബ എന്ന ആ സ്ത്രീയുമായിട്ട് ഉള്ള ബന്ധം, അതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. And in the life of David, we could see the outward or the filthiness of the flesh was much more evident when he had a relationship with Bathsheba. 2 ശമൂവേൽ 11-12 അധ്യായങ്ങളിൽ നമുക്കത് വിശദമായിട്ട് കാണാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ സംഭവമാണ് അത്. And it says in 2 Samuel chapter 11, and we all know this very much evidently. അവിടെ ആ നിലയിൽ ദാവീദ്, ദൈവത്തിൻ്റെ മനുഷ്യൻ എന്ന് പേരെടുത്ത ദാവീദും അവൻ്റെ ജഡത്തില് ചെയ്ത ആ നിലയിലുള്ള ഒരു കന്മഷമായിട്ട് അതിനുണ്ടായ ദൈവം അവന് കൊടുത്ത ശിക്ഷ 12-ാം അധ്യായം ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. And David, who has earned himself the man after God's own heart,
he has committed sin in his flesh, we could see the punishment that God has given in 2 Samuel chapter 12. ഊരിയാവ് എന്ന തൻ്റെ ഒരു സൈനികന്റെ ഭാര്യ ബത്ശേബയുമായിട്ടുള്ള ആ തെറ്റായ ബന്ധം ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ ജഡത്തിലെ ഒരു കന്മഷത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് 2 ശമൂവേൽ 11-12 അധ്യായങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. We could see the sin that David had committed in the flesh with the wife of Uriah from 2 Samuel chapter 11 and 12. എന്നാൽ നമ്മൾ 2 ശമൂവേൽ 24 അധ്യായത്തിൽ ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ദാവീദ് ജനത്തെ എണ്ണിയത് അവന്റെ ആത്മാവിലെ കന്മഷത്തിന് ഉദാഹരണമായിട്ട് കാണാൻ കഴിയും. And when we come towards 2 Samuel chapter 24, when David had taken a consensus by counting his number of people, we could count that as the sin that he has committed in the spirit, in his mind. ജനത്തെ എണ്ണിയത് ആ സത്യത്തിൽ ദാവീദിന്റെ ഹൃദയത്തില് ഉണ്ടായിരുന്ന ഒരു അഹങ്കാരവും താൻ ഇത്രത്തോളം ഒക്കെ ആയി തനിക്ക് ഇത്രത്തോളം ജനമുണ്ട് എന്നുള്ളതിലുള്ള ഒരു നിഗളവും ഒക്കെ ആയിരുന്നു ആ ജനത്തെ എണ്ണാനായിട്ട് അവിടെ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ആത്മാവിലെ കന്മഷം. We could see that David, when he had taken a census on the people, so it is out of his pride that he numbered the people so that he could see the strength, the number of people that he had. So we could put this into that he had sinned in his heart. യോവാബ് ഒക്കെ പറഞ്ഞായിരുന്നു ദാവീദിനോട് അങ്ങനെ എണ്ണല്ലേ, അതിൻ്റെ കാര്യം അങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ ദാവീദിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷേ ദാവീദ് തൻ്റെ ആ രാജ്യത്വത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ താൻ ഇത്രയുമൊക്കെ നേടി എന്നുള്ള ആ നിഗളത്തിലും അഹങ്കാരത്തിലുമാണ് ഈ യോവാബിൻ്റെ ഒന്നും വാക്കുകൾ കൂട്ടാക്കാതെ ജനത്തെ എണ്ണിയത്. അതിൻ്റെ ശിക്ഷ താൻ അവിടെ തനിക്ക് ഉണ്ടാകുകയും ചെയ്തു. നമ്മളത് വായിക്കുന്നു. Even though Joab, the commander of David, had dissuaded him not to count and not to do in this way, but David, out of his pride, had taken the census because he wanted to show his strength. So this is we could consider this as a sin that David did in his heart. കണ്ടോ, ഈ നിഗളം, അഹങ്കാരം ഇതൊക്കെ ഉള്ളിലാണ്, മനസ്സിലാണ്. ആ മനസ്സിലുണ്ടായ ആ കന്മഷം അതിനുദാഹരണമാണ് ജനത്തെ എണ്ണിയത്. We could see here pride and arrogance. This is something that is there within the heart, and this we could put this into the category of the filthiness in the spirit. അപ്പൊ നോക്ക്, ദൈവത്തിന്റെ മനുഷ്യൻ എന്ന് പേരെടുത്ത പഴയ നിയമഭക്തനായ ദാവീദ് പോലും തൻ്റെ ജീവിതത്തിൽ ജഡത്തിലെ കന്മഷം അത് പ്രകടമായിട്ട് ആ ബത്ശേബ സംഭവത്തിലും ആത്മാവിലെ കന്മഷം ജനത്തെ എണ്ണിയ ആ രംഗത്ത് അതും രണ്ടും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് നമുക്ക് ഇതിനുള്ള ഉദാഹരണങ്ങളായിട്ട് എടുക്കാനായിട്ട് കഴിയും. We could see the two examples that David had done, one in the filthiness of the flesh and in the filthiness of the spirit. Two sins that David had committed, even though he was being called a man after God's own heart. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആ മുടിയൻ പുത്രന്റെ ഉപമയിൽ നിന്നും ഇതുപോലെ തന്നെ വേദപണ്ഡിതന്മാരെ ജഡത്തിലെ കന്മഷത്തിനും ആത്മാവിലെ കന്മഷത്തിനും ഉദാഹരണം എടുക്കാറുണ്ട്. And even the Lord Jesus had given the example of the prodigal son. The Bible teachers would sometimes pinpoint the filthiness of the flesh and the spirit in this parable. നമുക്കറിയാമല്ലോ ആ സംഭവം, നമുക്കറിയാം, നമ്മളത് വായിക്കേണ്ട. നമുക്ക് ഒരു പിതാവിന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഇളയ മകനെയാണ് അവന് ധൂർത്തപുത്രൻ, മുടിയൻ പുത്രൻ എന്ന് നമ്മൾ പറയുന്നത്. We need not go into depth over there, but we know the parable that the father had 2 sons, and the younger son was called the prodigal son. അവൻ എന്ത് ചെയ്തു? അവൻ പിതാവിൻ്റെ സ്വത്തെല്ലാം നാമാവിശേഷമാക്കി തെറ്റായ നിലയിൽ, തെറ്റായ കൂട്ടുകെട്ടിൽ, സ്ത്രീകൾക്കും മറ്റു രീതികൾക്കും ഒക്കെ ആയിട്ട് തെറ്റായ നിലയിൽ അവൻ ജീവിച്ച് എല്ലാം നശിപ്പിച്ചതാണ് ആ മുടിയൻ പുത്രൻ, ആ ഇളയ പുത്രൻ ചെയ്തത്. We could see that the younger son, he actually had wasted all his father's possessions, and he lived a very
very bad life, and we could see his life over here that he had wasted everything. ആ ധൂർത്തപുത്രന്റെ മുടിയൻ പുത്രന്റെ ജീവിതം അത് ജഡത്തിലെ കന്മഷത്തിന് ഉദാഹരണമായിട്ട് മുടിയൻ പുത്രനെ ധൂർത്തപുത്രനെ നമുക്ക് ഒരു പ്രതീകമായിട്ട് എടുക്കാം. And we could take an example of the filthiness of the spirit in this prodigal son's life, that how he had lived his life. എന്നാൽ ഈ പിതാവിന്റെ മൂത്തപുത്രനും And but what about the elder son? ആ മൂത്തപുത്രൻ സ്വത്തൊന്നും നാമാവിശേഷമാക്കുകയോ മറ്റ് വിധത്തില് സ്ത്രീകൾക്ക് വേണ്ടിയോ ഒന്നും അത് നഷ്ടമാക്കുകയോ അനാവശ്യമായിട്ട് അതൊന്നും ചെയ്യുകയോ ചെയ്തില്ല. We could see that the elder son, he never had wasted money, or he never dwelt with other women, and he led a normal quiet life. അവന്റെ ജീവിതത്തിൽ, ഈ മൂത്തപുത്രന്റെ ജീവിതത്തിൽ നമുക്കൊരു ജഡത്തിലെ കന്മഷം കാണാനായിട്ട് കഴിയില്ല. And in the life of the elder son, we cannot see the filthiness of the flesh in his life. എന്നാൽ ആ മൂത്തപുത്രൻ നമുക്കറിയാമല്ലോ, ആ ഉപമയില് ഒടുവില് പിതാവ് വന്ന് നോക്കുമ്പോൾ അവനെ പിണങ്ങി വീടിന് വെളിയില് ഈ അപ്പനോടും അനിയനോടും ഒക്കെ പിണങ്ങി വിഷമിച്ചും ഈർഷ്യപ്പെട്ടും നീരസപ്പെട്ടും ഒക്കെ നിൽക്കുകയാണ്. ആ മൂത്തപുത്രനെ നമുക്ക് ആത്മാവിലെ കന്മഷത്തിന് ഉദാഹരണമായിട്ട് കാണാം. We could see that the example of the elder son, that when towards the end, where he actually had gone away from the father, he was very much upset. He was very much feeling jealous and things against his brother. So he was apart. He was standing apart from his brother. We could see that an example as the filthiness of the spirit. പ്രിയപ്പെട്ടവരെ, കണ്ടോ നമ്മുടെ ജഡത്തിലെ കന്മഷവും ആത്മാവിലെ കന്മഷവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ രണ്ട് പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള രണ്ട് ഉദാഹരണങ്ങൾ എടുത്ത് വിശദീകരിക്കുകയാണ് ചെയ്തത്. My dear brothers and sisters, we could see two vivid examples about the filthiness of the flesh and the spirit in both in the Old Testament and the New Testament. പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ ജഡത്തിലെ കന്മഷത്തിന് ഉദാഹരണമായിട്ട് ദാവീദിന്റെ ബേത്ശേബ സംഭവം എടുത്തു. അദ്ദേഹത്തിന്റെ ആത്മാവിലെ കന്മഷത്തിന് ഉദാഹരണമായിട്ട് താന് ഇത്രയും ജനത്തെ എണ്ണി ആ നിഗളവും ആ നിലയിലുള്ള ഒരു അഹങ്കാരവും തന്നിലുണ്ടായിരുന്നു. അത് ആത്മാവിലെ കന്മഷത്തിന് ഉദാഹരണം എന്ന് നമ്മൾ കണ്ടു. And we could see that in the Old Testament, in David's life, where he committed adultery with Bathsheba, that was the filthiness of the flesh. Whereas towards the end, we could see in his life that he had numbered or made a consensus of the people out of his pride. That is the filthiness of his spirit. That's what is shown in his life. അതുപോലെ ഈ ധൂർത്തപുത്രന്റെ ഉപമയിൽ സ്വത്ത് മറ്റ് സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ നഷ്ടമാക്കി കളഞ്ഞ ആ ഇളയ പുത്രൻ, ധൂർത്തപുത്രൻ, ജഡത്തിലെ കന്മഷത്തിന് ഉദാഹരണവും അപ്പനോടും അനിയനോടും ഒക്കെ നീരസപ്പെട്ടും ഈർഷ്യപ്പെട്ടും ഒക്കെ നിന്ന മൂത്തപുത്രൻ ആത്മാവിലെ കന്മഷത്തിന് ഉദാഹരണവും എന്നാണ് നമ്മൾ വിശദീകരിച്ചത്. And we could see here in the New Testament about the example of the prodigal son who wasted away his money in bad living with women. We could see that that was an example of filthiness of the flesh, whereas the elder brother who had jealousy and resentment against his father and his younger brother is an example of the filthiness in the spirit. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മൾ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത് 2 കൊരിന്ത്യർ 7:1 നമ്മളോട് ജഡത്തിലെയും ആത്മാവിലെയും രണ്ട് കന്മഷങ്ങളും നമ്മൾ നീക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. My dear brothers and sisters, the reason why we have meditated upon this so deeply is because what it's mentioning in 2 Corinthians chapter 7 verse 1, where it says that let us cleanse ourselves from all filthiness of the flesh and the spirit. പലപ്പോഴും ശരീരം കൊണ്ട് ചെയ്യുന്ന ജഡത്തിലെ കന്മഷം കൂടുതൽ പ്രകടമാണ്. ആളുകൾ തന്നെ നമ്മൾക്കത് പോയിന്റ് ഔട്ട് ചെയ്ത് തന്നേക്കും. Sometimes when the filthiness of the flesh maybe, which is an outward expression or outward action, sometimes the other people might point that sin back to us. എന്നാൽ ആത്മാവിലെ കന്മഷം നമ്മുടെ മനസ്സിലാണ് പലതും
കയ്പും പകയും നീരസവും ഈർഷ്യയും അഹങ്കാരവും ഒക്കെ മനസ്സിലാണ്. അത് പലപ്പോഴും അത്രത്തോളം പ്രകടമല്ല, അത് കൂടുതൽ സട്ടിലാണ്. നമുക്കത് തിരിച്ചറിയാനും പ്രയാസമുണ്ട്. And as we meditated that the filthiness of the spirit is something very subtle, which is there deep within us, which is not visible outside, like lust, pride, jealousy, anger, so wrath. All these things are there, which is within us, which will not be visible outside. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജഡത്തിലെ കന്മഷത്തെ പോലെ തന്നെ ആത്മാവിലെ കന്മഷവും അതും മാറ്റി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണം എന്നാണ് ഇവിടെ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. My dear brothers and sisters, we need to take the filthiness of the spirit in the same way we take this filthiness of the flesh, so that we could perfect holiness in the fear of God. നോക്കുക, ഈ അങ്ങനെ സകല കന്മഷവും നീക്കി എന്നവിടെ കാര്യങ്ങൾ ഒരു 100% ചേർത്ത് പറഞ്ഞിരിക്കുക. സകല കന്മഷവും, ഒരു അലവൻസ് ഒന്നും നമുക്ക് അവിടെ തന്നിട്ടില്ല. We could see here it is written that let us cleanse ourselves from all filthiness, 100%. There is no allowance over there even for a single thing to be left out. കാരണം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, അവൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്നുള്ളത് കൊണ്ട് ജഡത്തിലെ പ്രകടമായ കന്മഷം മാത്രം കന്മഷമായിട്ട് എടുത്ത് അത് വെടിപ്പാക്കിയാൽ പോരാ. ആത്മാവിലെ കന്മഷവും കയ്പും പകയും അസൂയയും നീരസവും അങ്ങനെ അഹങ്കാരവും ഒക്കെ ഉള്ളത്, അത് വളരെ സട്ടിലാണ്. സഭയിലുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമത്തെ കാര്യമായിരിക്കും കൂടുതൽ നമ്മിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. പക്ഷേ അതും വെടിപ്പാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. In the basis of our relationship with the Lord, where the Lord speaks to us to be holy as He is holy, we might take the filthiness of the flesh much more evidently. But as we are in the church, the filthiness of the spirit is something that we really have to look into, and we really need to cleanse ourselves from all filthiness, because just as God says that I am holy, you also be holy. ഇവിടെ കണ്ടോ, അടുത്ത് നമ്മൾ 2 കൊരിന്ത്യർ 7 1 വാക്യത്തിൽ തുടർന്ന് നമ്മൾ കാണുന്ന സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കണം എന്നവിടെ പറഞ്ഞിരിക്കുന്നു. It's written in the same verse that it's telling us to, encouraging us to let us cleanse ourselves from all filthiness. ഇവിടെ വെടിപ്പാക്കേണ്ടത് ആരാ? ഇന്ന് നമ്മളെ വെടിപ്പാക്കേണ്ടതിൻ്റെ ചുമതലയും ഉത്തരവാദിത്വവും നമുക്ക് തന്നെയാണ് തന്നിരിക്കുന്നത്. നമ്മെ തന്നെ വെടിപ്പാക്കി നമ്മളാണ് അതിന് മുൻകൈ എടുക്കേണ്ടത്. So who has the responsibility to cleanse ourselves? It is ourselves. Only we have to take this responsibility to cleanse ourselves. നമുക്ക് ദൈവമേ നീ എൻ്റെ സകല കന്മഷവും നീക്കിയേക്കണേ എന്ന് ഒരു ഒഴുക്കം മട്ടിൽ പ്രാർത്ഥിച്ചു പോയാൽ പോരാ. കണ്ടോ, ഈ കന്മഷം നീക്കാൻ നമ്മൾ എടുക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മൾ തന്നെ എടുക്കണം. നമ്മെ തന്നെ വെടിപ്പാക്കി ഉത്തരവാദിത്വം നമ്മുടെ മേലാണ് അവിടെ വെച്ചിരിക്കുന്നത്. We can casually pray to God, Lord, please cleanse us from all sins and filthiness. But over here, the Lord is very clearly giving us a responsibility to cleanse ourselves. So this is given to us. നമ്മളെ ബൈബിളില് ആ നിലയില് ഒരു വിശുദ്ധ ജീവിതത്തിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത ദൈവദാസന്മാരെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. And even in the Word of God, we could see the men of God who has taken this responsibility in their own life. ദാനിയേലിന്റെ പുസ്തകം 1 അധ്യായം 8 വാക്യം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. With the book of Daniel, chapter 1, verse 8, we are very much familiar in that verse. അവിടെ ദാനിയേല് താൻ ഹൃദയത്തിൽ ഒരു കാര്യം നിശ്ചയിച്ചു, അത് നടപ്പാക്കി എന്നാണ് ദാനിയേലിന്റെ പുസ്തകം 1 അധ്യായത്തിലെ വിവരിക്കുന്നത്. We read in the book of Daniel, chapter 1, verse 8, that Daniel purposed in his heart that he would not defile himself. കണ്ടോ, അതിൻ്റെ താന് രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ആ തീരുമാനമെടുത്തത് ദാനിയേലാണ്. We could see that Daniel had purposed in his heart that he would not defile himself with the portion of the king's delicacies and the wine that is being served. ഒന്നാമത് താൻ ഹൃദയത്തിൽ അങ്ങനെ തീരുമാനിച്ചു.
തുടർന്ന് താൻ ആ കാര്യം നടപ്പാക്കുന്നു. ഇതാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. We read that Daniel, first and foremost, he purposed in his heart and then he put it into practice. ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും ഈ നിലയിൽ വളരെ പ്രസക്തമായ ഒരു വാക്യമാണ്. ഇയ്യോബ് 31:1. And even the book of Job, chapter 31, verse 1, there is a verse that is very much in line with this. അവിടെ നമ്മൾ വായിക്കുന്നത്, ഇയ്യോബ് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? In Job chapter 31, verse 1, Job says that I have made a covenant with my eyes. Why then should I look upon a young woman? നോക്കുക, അവിടെ ഒരു വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട് തൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കേണ്ടത് തൻ്റെ ആവശ്യമായിട്ട് ഇയ്യോബ് തന്നെ തീരുമാനിച്ചു. എന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു നിയമം ചെയ്തു. We could see that Job, who wanted to live a holy life, he made a covenant with his eyes that he would not look at a woman. തൻ്റെ കണ്ണുമായി നിയമം ചെയ്തത് ആരാണ്? ഇയ്യോബ് തന്നെയാണ്. And who made a covenant with his eyes? It is Job himself. അതുപോലെ തന്നെ രാജാവിൻ്റെ ഭോജനം കൊണ്ടും ആ വീഞ്ഞുകൊണ്ട് തന്നെ അശുദ്ധമാക്കുകയില്ലെന്ന് ആരാണ് തീരുമാനിച്ചത്? ദാനിയേൽ തന്നെയാണ് തീരുമാനിച്ചത്. And the same way, who has purposed in his heart that he would not defile himself with the king's delicacies and the wine? It was Daniel himself who had taken this oath in his heart. 2 കൊരിന്ത്യർ 7:1 വരുമ്പോൾ നമ്മെ തന്നെ വെടിപ്പാക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ 2 ദൈവദാസന്മാരുടെ പഴയ നിയമത്തിലെ 2 പേരുടെ കാര്യം നമ്മൾ പറഞ്ഞത്. In relation to the 2 Old Testament saints, when we come to 2 Corinthians chapter 7, verse 1, it is our responsibility that we have to take up to ourselves to cleanse ourselves from all filthiness and the flesh and the spirit. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ നമ്മൾ ഈ നിലയിൽ എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, വളരെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. Our Lord Jesus Christ in the Beatitudes, he is very clearly explaining that we have to take this stand on this. മത്തായി എഴുതിയ സുവിശേഷം 5:29 വാക്യം നോക്കുക. We could turn to Matthew chapter 5, verse 29. കർത്താവ് അവിടെ പറയുന്നു, വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക. ആ നിലയിൽ വളരെ റാഡിക്കലായ ഒരു തീരുമാനവും നിലപാടും അവനവൻ തന്നെയാണ് ചെയ്യേണ്ടത്. We could read in Matthew 5, verse 29, it reads, if your right eye causes you to sin, pluck it out and cast it from you. So the Lord is instructing us to take up the responsibility that we have to do it our own self. അതുപോലെ 5:30 വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. അവിടെയും നമ്മൾ തന്നെയാണ് ആ കാര്യത്തിലെ ഗൗരവമായ നിലപാടെടുക്കേണ്ടത് എന്ന് കർത്താവ് പറയുന്നു. And the Lord again says in 5 verse 30, and if your right hand causes you to sin, cut it off and cast it from you. So over here, the Lord is telling for us to take a radical decision to take up these steps. ഈ പശ്ചാത്തലത്തിലെ ഗലാത്യർ 6:8 ഈ നിലയിൽ വളരെ വ്യക്തതയോടെ പറയുന്ന ഒരു വാക്യം നമുക്ക് കാണാം. ഗലാത്യർ 6:8. In this backdrop, we could turn to Galatians chapter 6 verse 8. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. It reads, for he who sows to his flesh will reap of the flesh, reap corruption, but he who sows to the spirit will of the spirit reap everlasting life. നോക്ക്, അടുത്ത് നമ്മൾ 2 കൊരിന്ത്യർ 7:1 വാക്യത്തിൽ കാണുന്ന ദൈവഭയത്തിൽ വേണം നമ്മൾ വിശുദ്ധിയെ തികയ്ക്കാൻ. We could see in 2 Corinthians chapter 7 verse 1, it says that we need to cleanse ourselves in the perfecting holiness in the fear of God. ദൈവഭയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ഒരു ഭയം നമുക്ക് ആവശ്യമാണ്. We really need a fear of God, a healthy fear of God in our lives. നമ്മൾ സഭയുടെ ചരിത്രം നോക്കുമ്പോൾ അവിടെ 1-ാം നൂറ്റാണ്ടിൽ പോലും ദൈവഭയമില്ലാതെ സഭയിലുള്ള പലരും പ്രവർത്തിച്ചതും ഒക്കെ കൃത്യമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമുക്കൊരു മുന്നറിയിപ്പ് തരാനാണ്.
We could see that in the first church, in the history of the first church, we could see that some people who acted without the fear of God, and what are the punishment that came in, was actually written for our encouragement also. ബൈബിളിലെ പുതിയ നിയമത്തില് സഭ എന്ന വാക്ക് ആദ്യമായിട്ട് വരുന്ന ഭാഗം ഏതാണെന്ന് അറിയുന്നത്? And in the Bible, when is the church being mentioned in the Bible? സാധാരണ നമ്മൾ പറയാറുണ്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:47 സഭ എന്ന വാക്ക് ആദ്യം വരുന്നത്. മലയാളത്തിൽ അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കാറ്. In Malayalam, it mentioned that the word church comes in Acts chapter 2, verse 47, where it says that the Lord added to the church daily those who are being saved. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. Yes, we read that, and the Lord added to the church daily those who are being saved. എന്നാൽ അത് മൂലഭാഷയിലും മറ്റ് ആ നിലയിലുള്ള ഇംഗ്ലീഷിലും ഒക്കെയും അവിടെ സഭയെന്നല്ല, ഒരു ഗ്യാതറിങ് എന്നുള്ള ഒരു വാക്കാണ്, ഒരു കൂട്ടായ്മ എന്നുള്ള വാക്കാണ് വരുന്നത്. ശരിക്കും സഭ, എക്ലീസിയ എന്നുള്ള വാക്ക് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് വരുന്നത് എന്നാണ് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ പറഞ്ഞിട്ടുള്ളത്. Over here, the word, actually the church is mentioned only in the English Bible, as well as in the translations. It is mentioned as a gathering, but the real name church is being mentioned in Acts chapter 5, verse 11. അതായത് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എക്ലീസിയ എന്നാണ് അതിൻ്റെ മൂലഭാഷയിലെ വാക്ക്. ആ വാക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ലല്ല, അപ്പോസ്തല പ്രവൃത്തി 5:11. The root word for church is called ecclesia, and it is being mentioned not in Acts chapter 2, verse 47, but it is mentioned in Acts chapter 5, verse 11. അവിടെ നമ്മൾ ആ ഭാഗം ഒന്ന് കണ്ടോ? സഭ എന്നുള്ള വാക്ക് ആദ്യം വരുന്ന 5:11 വായിക്കുമ്പോൾ സർവസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി എന്നുള്ളിടത്താണ് എക്ലീസിയ, സഭ എന്ന പ്രയോഗം ആദ്യമായി വരുന്നത് അത്ര. We could read in Acts chapter 5, verse 11, so great fear came upon all the church, upon all who heard these things. So the word ecclesia is being mentioned the first time here in Acts chapter 5, verse 11. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഏത് സംഭവം പറഞ്ഞാണ് ഈ സർവസഭയ്ക്കും മഹാഭയം ഉണ്ടായി എന്ന് പറഞ്ഞിരിക്കുന്നത്? Over here, what is the incident that it's mentioning that the great fear came upon all the church? അനന്യാസും സഫീറയും അവരെ നിലം വിറ്റിട്ട് കുറച്ചു കൊണ്ടുവന്ന് പത്രോസിന്റെ കാൽക്കൽ വെച്ചിട്ട് അവരൊരു കാപട്യം കാണിച്ചു. അതിന്റെ ഫലമായിട്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും മരിച്ച ആ രംഗമാണ് ഇവിടെ പറയുന്നത്. The incident over here, what is being mentioned is the hypocrisy that Ananias and Sapphira did when they sold their land and gave a part of their earnings to and put it at the feet of Peter. This is the incident that is being mentioned over here. ഇവിടെ അനന്യ സഫീറ, നമുക്ക് ആ സംഭവം അറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. അവിടുത്തെ അവരുടെ പാപം എന്തായിരുന്നു? പാപം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള കാപട്യമായിരുന്നു. അവരില്ലാത്തത് അഭിനയിച്ച് ഒരു കാപട്യമായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. I'm not going into the in-depth details of Ananias and Sapphira, but what do we see here? What is the sin of Ananias and Sapphira was hypocrisy, something that they did not do, but they acted as if they did. ഗ്രീക്കിലെ ആക്ടർ, അഭിനേതാവ് എന്നുള്ളതിന് തുല്യമായ പദമാണ് ഹിപ്പോക്രസി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അഭിനേതാവ്, അഭിനയിക്കുക. I've heard that in Greek, hypocrisy, the word is actually called actor. This is the meaning of hypocrisy. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടോ, അനന്യാസും സഫീറയും അവര് ആദ്യ സഭയാണ്, 5 അധ്യായമേ ആയിട്ടുള്ളൂ. അപ്പോഴവര് കാപട്യം കാണിച്ച് ആ നിലയിൽ
അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നു. ഈ കാര്യം കേട്ടവർക്ക് വലിയ മഹാഭയമുണ്ടായി. We could see, dear brothers and sisters, that it is only in the chapter 5 we could see that Ananias and Sapphira is actually showing a hypocrisy. And out of that, God is dealing with them a punishment. And through that, a great fear is there amongst the church. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, സഭയിൽ ആദ്യമായിട്ട് ശിക്ഷിക്കപ്പെട്ട പാപം എന്ന് പറയുന്നത് കൊലപാതകത്തിനോ വ്യഭിചാരത്തിനോ ഒന്നുമല്ല. ഉള്ളിലുള്ള ചില അഭിനയങ്ങൾ, കാപട്യങ്ങൾ, ഇതിനാണ് ഇവിടെ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ ഈ ഭാര്യ ഭർത്താക്കന്മാർ ആ നിലയിൽ കൊല്ലപ്പെടുന്നത്, മരിച്ചു വീഴുന്നത്. നമ്മളതാണ് കാണുന്നത്. So what we could take here, brothers and sisters, is that in the first church, the sin that God dealt was not an outside sin of adultery or murder, but it is something that is inside, which is a hypocrisy. This is what God dealt in the first church. ഇത് കേട്ടവർക്കെല്ലാം മഹാഭയമുണ്ടായി. കണ്ടോ, അവിടെ ആ നിലയിൽ ആദ്യ നൂറ്റാണ്ടിലെ ആ സഭയ്ക്ക് പോലും യഥാർത്ഥത്തിൽ ഒരു ദൈവഭയം ഉണ്ടാകാൻ ഈ ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം ന്യായം വിധിച്ചത് ഇടയാക്കി എന്നാണ് 5:11 നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുന്നത്. And out of this incident, we could see that the church had a great fear out of the judgment that was pronounced or made on this husband and wife. So we could read over here that the great fear came upon all the church. അപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് ആ നിലയിലുള്ള അശുദ്ധി തനിക്ക് സഹിക്കാനായിട്ട് കഴിയില്ല. ഇവിടെ 1-ാം നൂറ്റാണ്ടിൽ സഭയെന്ന വാക്ക് ആദ്യം വരുന്നിടത്ത് പോലും അവിടെ ദൈവത്തിൻ്റെ വിശുദ്ധിക്കെതിരെ ആത്മാവിലെ ഒരു കന്മഷം എന്ന് നമുക്ക് കണക്കാക്കാവുന്ന ഈ നിലയിലുള്ള കാപട്യം, അതിനെ ദൈവം ന്യായം വിധിക്കുന്നത് നമ്മളപ്പോൾ എത്ര ദൈവഭയം നമുക്ക് ഉണ്ടായിരിക്കണം എന്നതിലേക്കാണ് ഈ കാര്യങ്ങളെ വിരൽ ചൂണ്ടുന്നത്. My dear brothers and sisters, even in the first century church, the God did not tolerate, a holy God cannot tolerate such sins like hypocrisy. That is what is being shown even in the first century church when God has judged such hypocrisy. How much more we should also fear when we are having any kind of hypocrisy in our hearts. നമുക്ക് 2 കൊരിന്ത്യർ 7:1 വാക്യത്തിലേക്ക് മടങ്ങി വരാം. We could return back to 2 Corinthians chapter 7 verse 1. ദൈവഭയത്തിൽ പിന്നീട് വിശുദ്ധിയെ തികയ്ക്കുക എന്നാണ് അടുത്ത വാക്ക് നമ്മൾ കാണുന്നത്. And we could see that it's mentioning the other part is perfecting holiness in the fear of God. വിശുദ്ധിയെ തികയ്ക്കേണ്ടത് നമ്മൾ പറഞ്ഞു നമ്മൾ തന്നെയാണ്. അല്ലാതെ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ദൈവം ചെയ്യുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു. We meditate that to cleanse ourselves, that we have to take up the responsibility onto ourselves. It is not God who is going to do it for us. ഇവിടെ കണ്ടോ, വിശുദ്ധിയെ തികച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കുമ്പോൾ അതൊരു കൽപ്പനയാണ്. കൽപ്പന നമ്മൾ പ്രമാണിക്കേണ്ടതാണ്. And when it's saying of perfecting holiness, it is mentioning it is a commandment of God where he's putting a full stop. And that is what we have to adhere. അതുപോലെ ദൈവം വിശുദ്ധരാക്കുകയല്ല, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം എന്നും വിശുദ്ധിയെ തേച്ചു കൊള്ളുക എന്നതിൽ നിന്ന് വ്യക്തമാണ്. And it is very clear that it is not God who is going to make us holy. It's actually we have to perfect holiness in the fear of God. നമുക്ക് 1 യോഹന്നാനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട 2 വാക്യങ്ങൾ നോക്കാം. We could turn to 1 John, a few verses in relation to this. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. 1 John chapter 3 verse 3. അവിടെ അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. It reads, and everyone who has this hope in him purifies himself just as he is pure. കണ്ടോ, നിർമ്മലീകരിക്കുന്നത് ആരാ? തന്നെത്താനാണ്, തന്നെ തന്നെയാണ് നിർമ്മലീകരിക്കേണ്ടത്. And who is the one who purifies himself? It is we ourselves who has to purify us. 1 യോഹന്നാൻ 5:18 വാക്യം നോക്കുക. We could turn to 1 John chapter 5 verse 18. അതിന്റെ 2-ാം ഭാഗം, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പോ പാപം ചെയ്യാതെ
സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവിടെ അവരവർക്ക് തന്നെയാണ്, തന്നെത്താൻ സൂക്ഷിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. We could see that in the latter part also, that whoever is born of God does not sin, but who has been born of God keeps himself. So we could see that it is we ourselves who have to keep ourselves from sinning. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഒരു വാക്യം നമ്മൾ വിശദമായിട്ട് ചിന്തിക്കുകയായിരുന്നു. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നോക്കി വിശുദ്ധിയെ തികയ്ക്കുക എന്ന കാര്യം. My dear brothers and sisters, we were meditating upon the verse that let us cleanse ourselves from all filthiness of the flesh and the spirit, perfecting holiness in the fear of God. നമ്മൾ എന്തിനാണ് ഇത്രയും ഗൗരവമായിട്ട് ഈ കാര്യം വിശുദ്ധിയെ തേക്കുന്നത് ഓരോ വാക്കും എടുത്ത് പറഞ്ഞത്? What is the reason that we had very much deeply meditated upon this perfecting holiness with all these verses? കർത്താവിനോട് ഏകാഗ്രതയും നിർമ്മലതയും ഉള്ള ഒരു ബന്ധം ഉണ്ടാക്കണമെങ്കിൽ ആ ബന്ധത്തിന് നിദാനമായിട്ടുള്ള കർത്താവ് വിശുദ്ധനാണ്. അവൻ വിശുദ്ധനായിരിക്കാൻ നമ്മൾ വിശുദ്ധരാകണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശുദ്ധിയെ തേക്കുക എന്ന ഈ വാക്യം നമ്മൾ ഇത്രയും ആഴത്തിൽ ചിന്തിച്ചത്. The reason why we had so deeply had meditated upon these verses is that because the Lord wants to have a pure and simple devotion towards Christ, because as the Lord is holy, He also wants us to be holy. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ സഭയിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആ നിലയിൽ ഒരു അനാവശ്യമായ ഒരു കുറ്റം വിധി ഇല്ലാതിരിക്കാൻ ചില കാര്യങ്ങളൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. And in relation to this, I would want to share something so that my brother and sister, you won't be under any condemnation. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. My dear brothers and sisters, we are living in this world. നമുക്കൊരു ജഡമുണ്ട്. We have a flesh. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ ഒരു 100% ആ നിലയിലുള്ള ഒരു വിശുദ്ധി, ഈ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെട്ടു പോകുമോ, ഇതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ള നിലയിൽ നമ്മൾ ഈ കാര്യങ്ങളോട് മൊത്തത്തിൽ ഇതൊക്കെ അസാധ്യമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ മനസ്സുകൊണ്ട് നമ്മളൊരു ഇതിൻ്റെ ഒരു ഗൗരവം എടുക്കാൻ ചിലപ്പോൾ കഴിയാതെ പോന്നിരിക്കാം. We could also think, after hearing all these truths, we could also think that will it be possible that we would be able to complete it like 100%? And if we are not, we could be under a fear. But we need not be under such condemnation of fear. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളതിനേക്കാളും നമുക്ക് പ്രസക്തമായിട്ടുള്ളത് നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം എന്നതാണ്. My dear brothers and sisters, more than what over here, when the Lord is telling to be perfect, is actually to be at least honest before God. നമുക്ക് തെറ്റുകൾ വരാം. നമ്മൾ ഒരു പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തെറ്റുകൾ വരാം. Maybe we might sin when we are living in this world. അത് ഒരു അനുവാദം പോലെ, തെറ്റ് ചെയ്തോളാനുള്ള ഒരു അനുവാദം പറയുന്നത് പോലെയല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചില തെറ്റുകൾ വന്നെന്നിരിക്കാം. It's not that I'm giving a permission to sin, but because we are living in this world, there are chances that we might sin. പക്ഷെ തെറ്റുകൾ വന്നാൽ നമ്മളത് തെറ്റാണെന്ന് സമ്മതിക്കുകയും സത്യസന്ധതയോടെ ദൈവത്തോട് പറയേണ്ട ദൈവത്തോടും മനുഷ്യരോട് പറയേണ്ട മനുഷ്യരോടും ആ നിലയിൽ ഏറ്റുപറയുകയും വേണം. And even if we sin, that we need to accept it and we need to confess it before men, and where we need to confess it before God, and where we need to confess it before men as well. 1 യോഹന്നാൻ 1:9 വാക്യം നമുക്കറിയാവുന്ന വാക്യമാണല്ലോ. We are well familiar with the word from 1 John chapter 1 verse 9. അവിടെ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നെങ്കിൽ കർത്താവ് അത് പൂർണ്ണമായിട്ട് ക്ഷമിക്കും. നമ്മൾ അതിന് പകരം ഒരു പാപം ചെയ്താലും അത് പാപമാണെന്ന് സമ്മതിക്കാതെ അഭിനയിച്ചാൽ അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാനായിട്ടൊക്കെയില്ല. In 1 John 1 verse 9, it says that when we confess our sins, He is faithful and just to forgive us. So when we sin and when we act as if we have not sinned,
we cannot escape from that. വിശുദ്ധിയെ തികച്ചു പോകുന്നത് തന്നെയാണ്, ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി വിശുദ്ധിയെ തികച്ചു പോകാനാണ് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. We are surrendering ourselves so that we are perfect in holiness, so that we cleanse ourselves from all filthiness of the flesh and the spirit. എന്നാൽ എപ്പോഴെങ്കിലും തെറ്റു വന്നാൽ അത് സത്യസന്ധതയോടെ സമ്മതിച്ച് നമ്മൾ ഇവിടെ ഇതാ 1 യോഹന്നാൻ 1:9 പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. If we are wholehearted and we are honest before God and we confess our sins, just as is mentioned over here in 1 John 1:9, that He is faithful and just to forgive us our sins and to cleanse us from all unrighteousness. പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് പറഞ്ഞ പോലെ അവിടെ അനന്യാസും സഫീറയും തന്നെ അവരോട് പത്രോസ് ചോദിക്കുമ്പോൾ അപ്പോഴവർക്കൊരു പാപബോധമുണ്ടായി. അവരത് സമ്മതിച്ച് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ ഈ നിലയിൽ ഒരു അനുഭവം അവർക്കുണ്ടാകുമായിരുന്നു. My dear brothers and sisters, even in the first century church, when Ananias and Sapphira sinned, when Peter had pointed out that sin to us, if they had honestly confessed that sin to Peter, would this judgment would come upon them? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവഭയവും സത്യസന്ധതയും അത് രണ്ടും നമുക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വചനങ്ങളൊന്നും കേട്ട് ഭയപ്പെട്ടു പോകണ്ട. ദൈവം നമ്മോടൊപ്പം ഉണ്ട്. അവിടുന്ന് നമ്മുടെ സ്വർഗീയ പിതാവാണ്. My dear brothers and sisters, if we genuinely have the fear of God and honesty before Him, so I just want to encourage you that we need not fear that when we sin, there is no other way, but we need not fear God actually. അപ്പം നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി വിശുദ്ധിയെ തികയ്ക്കുമ്പോൾ കർത്താവിനോടുള്ള സിമ്പിൾ പ്യുവർ ഡിവോഷൻ നമുക്ക് വർദ്ധിച്ചു വരും. And when we cleanse ourselves from all filthiness and the flesh of the spirit and perfecting holiness in the fear of God, our holiness will also increase before God. ദൈവം നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധമാണ് ആഗ്രഹിക്കുന്നത്. And God wants a very intimate relationship with each and every one of us. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നമ്മൾ വിശുദ്ധരായാലേ അവനോട് അടുത്ത ബന്ധം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെ നമുക്ക് പ്രസക്തമായിരിക്കുന്നത്. And that's why these verses are so important to us, that God wants to have a very intimate relationship with us when we are also cleansing ourselves from all filthiness of flesh and spirit, perfecting holiness in the fear of God, so that we have an intimate relationship with Him because He is holy and as we need to be holy. നോക്കുക, പഴയ നിയമത്തിൽ പോലും ദൈവം മനുഷ്യരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധം ആഗ്രഹിക്കുന്ന എത്രയെത്ര കൽപ്പനകൾ പറഞ്ഞിട്ടുണ്ട്, എത്രയെത്ര ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. And even in the Old Testament, we could see how many commandments the Lord has given to the saints so that He would have a relationship with them. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം നോക്കുക. We could turn to Deuteronomy chapter 10, verses 10-ന്റെ അവിടെ 10-ന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ദൈവം പറയുന്നു, അവിടെ ദൈവത്തോട് ക്ലീവ് അൺടു ദൈ ഗോഡ്, നിന്റെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുക. It reads that we need to cleave unto God, need to be holding on to Him. 10-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങളിലും ദൈവത്തോട് പറ്റിച്ചേരുന്നതിനെ കുറിച്ച് പറയുന്നു. 10-12-13. Even in chapter 10 verse 12 and 13, it's saying that we need to walk closely with Him. അതിന്റെ 11-ന്റെ 22-ാമത്തെ വാക്യം നോക്കുക. In chapter 11 verse 22, അവിടെ പറയുന്നു, നീ പറ്റിച്ചേർന്നിരിക്കണം, കൽപ്പന അനുസരിക്കണം, സ്നേഹിക്കണം, ചേർന്നിരിക്കണം. it reads that to love the Lord your God, to walk in all His ways, and to hold fast to Him. അതിൻ്റെ 11-ന്റെ 13-ലും അവനെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ
പറ്റിച്ചേർന്നിരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അതിൻ്റെ 11:13 നമ്മൾ വായിക്കുന്നുണ്ട്. And even in chapter 11, verse 13, it reads that to love the Lord your God and to serve him with all your heart and with all your soul and to hold fast to him closely. 13:4-5 വാക്യങ്ങൾ നോക്കുക. ആവർത്തന പുസ്തകം In Deuteronomy chapter 13, verse 4 and 5, അവിടെ നമ്മൾ കാണുന്നത് കൽപ്പന പ്രമാണിച്ച് അവന്റെ വാക്ക് കേട്ട് അവനോട് ചേർന്നിരിക്കുകയും വേണം. it reads that we need to obey his voice and obey his commandments and to hold fast to him. കണ്ടോ, ചേർന്നിരിക്കുക. See, it's telling to hold fast to him. നമ്മൾ പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകമൊക്കെ നോക്കുമ്പോൾ കാലേബ് തൻ്റെ കാര്യം പറയുന്നുണ്ട്. താൻ ദൈവത്തോട് ചേർന്നിരിക്കുന്നതിനെ കുറിച്ച് കാലേബ് പറയുന്നുണ്ട്. പൂർണ്ണമായി പറ്റി നിന്നു. യോശുവ 14:8-9 വാക്യങ്ങൾ. യോശുവ 14:8-9 വാക്യം. We could read even in Joshua chapter 14, verse 8 and 9, that Caleb is actually holding fast to God. Very closely he is walking with God. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലും 23:8 ജോഷുവ 22:5, 23:8 അവിടെ രണ്ടിടത്തും യോശുവ ഇസ്രായേൽ മക്കളോട് ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുന്നു. Joshua is commanding in the book of Joshua chapter 22 verse 5 and 23 verse 8 to hold fast to him. കണ്ടോ, ഞാൻ പറഞ്ഞത് ആവർത്തനം എന്ന് പറയുന്ന ഒരു പഴയ നിയമ പുസ്തകത്തിൽ നിന്ന് അടുത്തടുത്തുള്ള ചില അധ്യായങ്ങൾ മാത്രം എടുത്ത് പറയുമ്പോൾ തന്നെ എത്രയോ ഇടത്ത് ദൈവം പറയുന്നു പറ്റിച്ചേർന്നിരിക്കുക ക്ലീവ് എന്ന് പറയുന്നു. Even in the book of Deuteronomy, many verses which is mentioning that we need to hold fast to God, cleave to God. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിനോട് ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. And when we come to the New Testament, the Lord Jesus himself says that what is the greatest and biggest commandment is to love the Lord your God with all your heart, with all your strength, with all your soul. കണ്ടോ, അപ്പോൾ ദൈവം എപ്പോഴും തന്നോട് ചേർന്നിരിക്കണം, തന്നോട് പറ്റിയിരിക്കണം, പൂർണ്ണമായി സ്നേഹിക്കണം. ഈ നിലയിലുള്ള ഒരു അടുപ്പമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So we could see that Lord wants to have an intimate relationship with him, like to be close to him, to always be with him. ഭാര്യാഭർത്തൃ ബന്ധത്തിലും നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങൾ ചെയ്യുന്നതിനും അപ്പുറത്ത് ഹൃദയബന്ധം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒന്നിച്ചായിരിക്കുമ്പോൾ അതിലാണ് കുടുംബജീവിതത്തിന്റെ സന്തോഷവും സന്തുഷ്ടിയും ഇരിക്കുന്നത്. Even in terms of a husband and wife relationship, it is not just only doing, but it is a intimate heart relationship is what really keeps the relationship going. നമ്മളെ ചിന്തിച്ചത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ഈ അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ജഡത്തിലെയും ആത്മാവിലെയും കന്മഷത്തെ ഗൗരവമായിട്ട് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. My dear brothers and sisters, all these verses that we are meditating upon, that God wants us to have an intimate relationship with him. So in terms of that, we need to perfect holiness by cleansing ourselves from all filthiness of the flesh and the spirit. ഏകാഗ്രവും നിർമ്മലവുമായ ഒരു ബന്ധം, ആ ഒരു ഭക്തി, അത് ദൈവം ആഗ്രഹിക്കുന്നു. A pure and simple devotion, that is faith, that is what God is really expecting from us. അത് നമുക്കുണ്ടെങ്കിൽ ദൈവം എത്രയോ നമുക്കായിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഒക്കെ ചെയ്യും. And when we truly have that, God would truly arrange everything in the right time, and he would also hear our prayers. നമ്മൾ ഈ ലോകത്ത് നമ്മളൊരു വലിയ ആളുകളൊന്നും ആയിരിക്കണമെന്നില്ല. We need not be great people in this world. നമ്മൾ വളരെ സാധാരണക്കാരോ ഈ ലോകം ആ നിലയിൽ ഗൗരവമായിട്ട് എടുക്കാത്ത ആളുകളോ ആയിരിക്കാം. പക്ഷേ നമ്മൾ കർത്താവിനോട് പറ്റി നിന്നാൽ അവിടുന്ന് നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ക്രമീകരിക്കും. Even if though people might not take us seriously in the world, but when we truly hold fast to the Lord, and the Lord would truly love us through this. ഞാൻ ഒരു
ഒരു ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിച്ച ഒരു ഡോക്ടറുടെ കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. I've heard about a story about a doctor who had discovered medicine for cancer. അദ്ദേഹം കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന ഒരു ക്യാൻസറിന്, ഒരു പ്രത്യേകതരം ക്യാൻസറിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചു. This doctor had discovered a medicine that was found, the cancer that is found in, especially in children. അദ്ദേഹത്തെ അത് ശാസ്ത്രലോകത്തിൽ വലിയ അംഗീകാരം അദ്ദേഹത്തിന് അത് കൊടുത്തു. And the science world had given him a big recognition for this. അദ്ദേഹം അമേരിക്കയിലെ ന്യൂയോർക്കിലോ മറ്റോ ആണ് അദ്ദേഹം താമസിക്കുന്നത്. He's staying in America, in New York City. അദ്ദേഹത്തെ അവിടെ തന്നെ അമേരിക്കയുടെ വേറെ ഒരു പട്ടണത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേക അവാർഡ് കൊടുക്കുന്ന ഒരു ഫംഗ്ഷൻ അവർ ക്രമീകരിച്ചു. And another city had made up a plan to give him an award, a function to dedicate for his discovery. അദ്ദേഹം ആ ഫംഗ്ഷന് പോകാൻ വേണ്ടി ആ ഡോക്ടർ ആ നിലയിൽ തീരുമാനിച്ച് ആ ദിവസം അവധിയൊക്കെ എടുത്ത് അദ്ദേഹം ഒരു വിമാനം കയറി. And the doctor took leave to attend that function on that particular day, and he took a plane to reach to that place. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്ന പട്ടണത്തിലേക്ക് നേരെ ഒരു വിമാനമില്ല. പകുതി ദൂരം അല്ലെങ്കിൽ ഒരു 3/4 ഭാഗം ചെന്നിട്ട് അവിടെ ഒരു എയർപോർട്ടുണ്ട്. ആ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്ന് മറ്റൊരു വിമാനം പിടിച്ചു വേണം ഈ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്താൻ. And the place where this award function is happening, there is no direct flights over there. So he had to go to a different part of the place, and then from there he had to take a connection flight and to reach his destination. ഡോക്ടർ താൻ വിമാനം കയറി ഈ പറഞ്ഞ ഇടയ്ക്കുള്ള ആ പട്ടണത്തിൽ ഇറങ്ങി. And the doctor took the plane and came into the place in between the flights actually. അപ്പോൾ അദ്ദേഹത്തിന് ഈ പരിപാടി നടക്കുന്ന പട്ടണത്തിലേക്കുള്ള അടുത്ത വിമാനം ഉടനെ കിട്ടും എന്നാണ് അദ്ദേഹം കരുതിയത്. And he was waiting expectantly for the flight that would take him to the destination. എന്നാൽ അവിടെ ചെന്ന് എയർപോർട്ടിൽ അന്വേഷിച്ചപ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ഒക്കെ പ്രത്യേകത കൊണ്ട് ഇതിനോട് ചേർന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിട്ടുണ്ടായിരുന്ന ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. പിറ്റേന്ന് മാത്രമേ ആ പട്ടണത്തിലേക്ക് ഇനി ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് വിമാന അധികൃതരെ അറിയിച്ചു. And when he inquired about the flight that he had to take, he came to get the news that due to climatic weather conditions, that flight has been cancelled and the flight has been postponed. Only for the next day will he be able to board the plane. ഡോക്ടർ ആകെ വിഷമത്തിലായി. തനിക്ക് വേണ്ടിയാണ് അവർ ആ ഫംഗ്ഷൻ വെച്ചേക്കുന്നത്, തനിക്ക് അവിടെ ചെല്ലാൻ ഒക്കുന്നില്ലല്ലോ. And the doctor was very much discouraged that because it was for him, the function was put up over there and he is not able to attend it. അദ്ദേഹം എയർപോർട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് തന്റെ വിഷമം പറഞ്ഞു. And he expressed his concern to one of the authorities in the airport. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, വിമാനം നാളെ ഉള്ളൂ. പക്ഷെ ഇവിടുന്ന് ഒരു ടാക്സി എടുത്താൽ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന പട്ടണത്തിൽ ചെല്ലാനൊക്കും. അത് ഉച്ചയ്ക്കാണല്ലോ അവിടെ നിങ്ങളുടെ ഫംഗ്ഷൻ തുടങ്ങുന്നത്, അതിനു മുമ്പ് നിങ്ങൾക്ക് ചെല്ലാനൊക്കും. ആകെ വേണ്ടത് ഒരു ടാക്സി എടുത്ത് പോവുക എന്നുള്ളതാണ് പറഞ്ഞത്. So when he expressed his concern to one of the airport authorities, the airport authority gave him an option that you can take a cab because it will take you just 2 to 3 hours to reach over there, as your this one, the function is for tomorrow afternoon, so you can reach there on time. അപ്പോൾ ഡോക്ടർ ടാക്സി നോക്കി, പക്ഷെ സ്വയം തന്നെത്താൻ ഓടിക്കാവുന്ന ഒരു വണ്ടി അദ്ദേഹത്തിന് ടാക്സി ആയിട്ട് കിട്ടി. അദ്ദേഹം ആ കാർ ഓടിച്ചുകൊണ്ട് ഈ അടുത്ത പട്ടണത്തിലേക്ക് 100-250 മൈൽ ദൂരമുള്ള അടുത്ത പട്ടണത്തിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്. ഉച്ചയ്ക്ക് അവിടെ ചെന്നാൽ മതി, സമയത്ത് ചെല്ലാനൊക്കും. And the doctor, taking this advice, he booked a rent a car and he drove himself almost 250 miles and he reached the other city. അവിടെ ചെല്ലണം, അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ്. And he needs to reach there and he is driving the car. പക്ഷെ ഓടിച്ചു പോയപ്പോൾ അദ്ദേഹത്തിന് ഈ കാലാവസ്ഥയുടെ പ്രാതികൂല്യമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എവിടെയോ വഴി തെറ്റി ഭയങ്കര മഴയുമായി തീർന്നു. എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല.
And due to the erratic climate conditions, he lost his way and he reached somewhere else instead of reaching that city. താൻ ഒരു ചെറിയ ഒരു വഴിയിലൂടെ ചെന്ന് ഒരു വീടിൻ്റെ അടുത്ത് വന്നപ്പോൾ ആ വഴി അവിടെ അങ്ങ് നിൽക്കുന്നു. അദ്ദേഹം വണ്ടി അവിടെ ഇട്ടു. And when he drove, he came to a small road and it came towards a house. And over there, it was like a dead end. So he stopped the car over there. അവിടെ ഭയങ്കര മഴ പെയ്യുകയാണ്. അതുകൊണ്ട് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഓടി അടുത്തൊരു കൊച്ചു വീട് കണ്ടു, അവിടെ കയറി. And as it was pouring heavily, it was raining heavily, he parked the car and he saw the small house and he ran towards that house. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രായമായ ഒരു അമ്മയുണ്ട്. അമ്മ ഒറ്റയ്ക്ക് അവിടെ ഉണ്ട്. ഒരു കുഞ്ഞിനെ തൊട്ടിൽ ഇട്ട് ആട്ടുന്നു. ഇവർ മാത്രമേ അവിടെയുള്ളൂ. And when he went over there, he saw a mother, an old lady also was there, and she was rocking the baby to sleep, and only these people were there. ഈ ഡോക്ടർ വന്നപ്പോൾ ഈ അമ്മ ചെന്ന് വാതിൽ തുറന്ന് അദ്ദേഹം മനസ്സിലായി ഇദ്ദേഹം വഴി തെറ്റി വന്നതാണ്. അമ്മ അവിടെ സ്വീകരിച്ചിരുത്തി. And the lady opened the door and welcomed the doctor, who knew that he had lost his way and came. So she gave him a chair to sit. അമ്മ ചൂട് ചായ ഉണ്ടാക്കി ഡോക്ടർക്ക് കൊടുത്തു. And the mother made a hot tea and gave it to this doctor. തൻ്റെ കയ്യിലുള്ള ചെറിയ ഭക്ഷണം എന്തൊക്കെയോ ചൂടാക്കി ഈ വന്ന അതിഥി, അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് കൊടുത്തു. And even though the mother, not knowing who this doctor is, she warmed whatever little food was there and gave it to the doctor. അതിൻ്റെ ഇടയ്ക്ക് ഓടി ആ തൊട്ടിലിൻ്റെ അടുത്ത് ചെന്ന് കുഞ്ഞിനോട് ഏതാണ്ടൊക്കെ പറയും. പിന്നെയും വന്ന് ഈ തൻ്റെ അതിഥിയായ ആ ഡോക്ടർക്ക് പിന്നെയും ചായയോ ഒക്കെ വീണ്ടും ഒഴിച്ചു കൊടുക്കും. And the mother would run to the child and she would speak something over there and then again come and serve the doctor over there. ചായയൊക്കെ കുടിച്ചിട്ട് ഡോക്ടർ ഒടുവിൽ വീണ്ടും അപ്പോഴത്തേക്ക് മഴയൊന്ന് നിന്നു. വീണ്ടും താനെ വണ്ടി എടുത്ത് പോകാനായിട്ട് താൻ എഴുന്നേറ്റു. And even after doctor had the tea and when he saw that the rain had stopped, he walked towards the door to leave from the home. അപ്പോൾ ഈ ഡോക്ടർ വിചാരിച്ചു ഈ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണല്ലോ, ഈ അമ്മ വലിയ കാര്യമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു, കുറച്ച് ഡോളർ ഈ അമ്മയ്ക്ക് കൊടുത്തേച്ച് പോയാലോ എന്ന് വിചാരിച്ചു. And seeing the welcome or the hospitality that he got from this home, he thought that in gratitude to that he would give her some money. അപ്പോൾ അദ്ദേഹം അത് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു, കുഞ്ഞെന്തുവാ, കുഞ്ഞ് തൊട്ടിലേക്ക് കിടക്കുന്നല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചെന്ന് കുഞ്ഞിനോട് ഏതാണ്ടൊക്കെ പറയുന്നല്ലോ, എന്തുവാ അമ്മേ എന്ന് അദ്ദേഹം ഒരു ഭംഗിവാക്ക് വെറുതെ ചോദിച്ചു. So he just casually asked to the mother that you have been going back and forth to the child and you're speaking to the child and coming back. So he just casually asked a question. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് പോയി കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. And the mother told that I was just going to the child and I was just praying for my child. എന്താ കാര്യമെന്ന് ഇദ്ദേഹം ചോദിച്ചു. And the doctor asked like what happened, he just asked what happened. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് ഒരു പ്രത്യേകതരം ക്യാൻസർ ആണ്, അതിന് ചികിത്സയൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈയിടെ ഞാൻ അറിഞ്ഞു ഒരു ഡോക്ടർ അതിനൊരു ചികിത്സ കണ്ടുപിടിച്ചെന്ന് ഞാനിങ്ങനെ വായിച്ചു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒന്നും കണ്ടുപിടിക്കാനും ഒന്നും നോക്കുകയില്ലല്ലോ, ഞാൻ അതുകൊണ്ട് ഈ കുഞ്ഞിനെ ശുശ്രൂഷിച്ച് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. And the mother told that my child has cancer, a typical kind of cancer which does not have a medicine, but I heard that a doctor had found the medicine onto it, but I do not have the money to spend on this medical expenses. So that's why I've been doing my own, I've been caring for the baby myself. ഈ ഡോക്ടർ ആരാന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ എനിക്ക് എന്തോ ചെയ്യാനൊക്കും, അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ ശുശ്രൂഷിച്ച് ഇവിടെ നിൽക്കുകയാണ് എന്നാണ് ഈ അമ്മ പറഞ്ഞത്. And she did not know who the doctor was, and she told that she was the one who was nursing the child and she's been staying at that home. ഇത് കേട്ടപ്പോൾ ഈ അതിഥിയായി വന്ന ഡോക്ടർ പൊട്ടിക്കരഞ്ഞുപോയി. And when the doctor heard this, the doctor burst out crying. ഇദ്ദേഹം കുട്ടികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ക്യാൻസറിന് കണ്ടുപിടിച്ച മരുന്നാണ് ഈ കുട്ടിക്ക് കൊടുക്കേണ്ടത്.
And the very same medicine that the doctor had discovered, this is the medicine that he had to give this child as well. ഈ അമ്മയ്ക്ക് ഡോക്ടറെ അറിഞ്ഞുകൂടാ, ആരുമായിട്ട് ബന്ധപ്പെടണമെന്ന് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. And the mother does not know who this doctor is and whom she should get in contact with. She doesn't know anything. അവൾക്ക് ആകെ അറിയാവുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, കുഞ്ഞിൻ്റെ അടുത്ത് നിൽക്കുക, ഇതേ അറിയുള്ളൂ. And the only thing that the mother knows was to pray to God and to nurse this little child. അവൾ അത് ചെയ്തുകൊണ്ടിരുന്നു. And she did it diligently. അപ്പോൾ നോക്കുക, ഈ ഡോക്ടറെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം ഒരു ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. അദ്ദേഹം ഡ്രൈവ് ചെയ്ത കാറിന്റെ വഴി തെറ്റിച്ച് കൃത്യം ഈ വീട്ടിൽ തന്നെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നു. And you could see how God wanted the doctor to reach this home by cancelling the flight and losing his way while he was driving, so that he would reach to this house. ദൈവത്തിന്റെ ഈ പ്രവൃത്തി അതിനെക്കുറിച്ച് ഓർത്തപ്പോൾ ഈ ഡോക്ടർ കരഞ്ഞുപോയി. അദ്ദേഹം തുടർന്ന് ഈ മാതാവിന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് വേണ്ടത് ചെയ്തു കൊടുത്തു എന്നാണ് കഥ. And seeing the hand of God working in this, he really cried. The doctor really cried out. And towards the end, the story goes this way, that the doctor did what was needful for the child and the mother. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നാൽ, ചേർന്നിരുന്നാൽ, നമ്മുടെ ഹൃദയത്തിന്റെ തേങ്ങൽ പോലും അവിടുന്ന് മനസ്സിലാക്കും, അവിടുന്ന് അതിന് മറുപടി നൽകും. My dear brothers and sisters, when we really hold fast to the Lord, even our deepest cry, our Lord hears. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കിക്കാം. My dear brothers and sisters, let us hold fast to this God, so that we could also cleanse ourselves from all filthiness of the flesh and the spirit, perfecting holiness in the fear of God. കർത്താവിനൊരു നിർമ്മല കന്യകയായിട്ട് കർത്താവിനോട് ആ നിലയിൽ ഒരു ഏകാഗ്രതയും നിർമ്മലതയും ഉള്ള ഒരു ബന്ധം, അത് വളരെ പ്രധാനമാണെന്ന് മനസ്സിലാക്കി നമുക്കതിനായിട്ട് നമ്മളെ തന്നെ ഒരുക്കാം. We could also make us ready as a bride for Christ, having a pure and simple devotion towards the Lord. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. May the Lord help us with all these words that is being shared.